ഹായ് ഹലോ ശിജിയാണ് കേട്ടോ. അപ്പോഴേ നമ്മളെ എല്ലാവർക്കും തന്നെ കുഞ്ഞു ഗാർഡൻ ആയാലും വലിയ ഗാർഡൻ ആയാലും ഒക്കെ വീട്ടുകളിൽ ഒരു ചെറിയ ഗാർഡനെങ്കിലും ഒക്കെ കാണാതിരിക്കില്ല. അത് മാത്രമല്ല ചിലപ്പോൾ പച്ചക്കറി ആയിരിക്കും ഉള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ പോട്ടുകളിലൊക്കെ ആയിരിക്കും നട്ടുവെക്കാറുള്ളത്. പോട്ടുകൾ പലതരത്തിലുണ്ട്, പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. അതായത് ചിലർ ഒരേ തരത്തിലുള്ള പോട്ടുകൾ, ഒത്തിരി ചെടികൾ ഒരേ തരത്തിലുള്ള പോട്ടുകളിലായിരിക്കും നട്ടു വളർത്തുന്നത്. ചിലരാകട്ടെ ഒരേ കളറിലുള്ള പോട്ടുകളായിരിക്കും വളർത്തുന്നത്. ഇനി ചിലരാകട്ടെ പലതരം പോട്ടുകൾ ആയിരിക്കും, പക്ഷെ ഒരേ കളറുള്ള പോട്ടുകളായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ വെവ്വേറെ ആയിരിക്കും. അപ്പോൾ അവരവരുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് പോട്ടുകൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നാലും എനിക്ക് തോന്നുന്നത് ചെടികൾക്ക് കൂടുതലും ഇഷ്ടം ക്ലേ പോട്ടുകളാകാനാണ് സാധ്യത. കാരണം അതിൻ്റെ ആ ഒരു തണുപ്പ് എപ്പോഴും നമ്മുടെ ആ ഒരു പോട്ടിംഗ് മിശ്രിതത്തിന് ഒരു എയറേഷനും അതോടൊപ്പം തന്നെ നല്ല ഒരു തണുപ്പും നിലനിർത്താനൊക്കെ സഹായിക്കുമെന്ന് തോന്നുന്നു. ചിലരെങ്കിലും തർക്കിച്ചേക്കാം. കാരണം ചിലർ പറയും പ്ലാസ്റ്റിക് പോട്ടാണ് നല്ലത്, ചിലർ പറയും നമ്മുടെ സിമെൻറ്റ് പോട്ടാണ് നല്ലതെന്ന്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനും അവരവർക്ക് വാങ്ങാൻ പറ്റുന്നതും അനുസരിച്ച് പോട്ടുകൾ ഏതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. പോട്ടുകളിൽ നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് പോട്ടുകളാണ്. പ്ലാസ്റ്റിക് പോട്ടുകളിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലാക്ക് കളറിലുള്ള പോട്ടുകളാണ്. അപ്പോൾ പ്ലാസ്റ്റിക് പോട്ടുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ നാൾ വെയിലൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ പോട്ടിൻ്റെ ആ ഒരു ചട്ടിയൊക്കെ പൊട്ടി നശിച്ചു പോകും. അപ്പോൾ കുറേ കാലത്തേക്ക് ഉപയോഗിക്കാനാണെങ്കിൽ പ്ലാസ്റ്റിക് പോട്ട് ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ക്ലേ പോട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മളിതുപോലെ മഴയത്തും വെയിലത്തും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊക്കെ ഒരു സൈസ് പായലും ഫംഗസും ഒക്കെ പിടിച്ച് കറുത്ത് അത് കാണാൻ ആകെ ഒരു ഭംഗിയുമില്ലാതെ. ഇനിയിപ്പോൾ സിമൻറ്റ് പോട്ടുകളുടെ കാര്യം എടുത്താലോ, സിമൻറ്റ് പോട്ടുകൾ ഒരുപാട് കാലം ഈൽഡ് നിൽക്കുന്നതാണ്, അത് തന്നെ സമ്മതിച്ചു. പക്ഷേ ഈ ഒരു പോട്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് പോട്ടി മിക്സും ചെടിയോടും കൂടെ എടുത്തോണ്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ആരോഗ്യം കൂടി വേണം. അത് മാത്രമല്ല സിമൻറ്റ് പോട്ടിൽ എപ്പോഴും ഭയങ്കര ചൂടായിരിക്കുകയും ചെയ്യും. അതിലെ ആ ഒരു ചെടിക്ക് എപ്പോഴും ഒരു ചൂടായിരിക്കും സിമൻറ്റ് പോട്ടിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ളത് എങ്ങനത്തെ പോട്ടാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും. അപ്പോൾ ഞാനിപ്പം ഇവിടെ പറഞ്ഞത് നമ്മുടെ ഗാർഡനിലെ പോട്ടുകളെയൊക്കെ നമുക്ക് എങ്ങനെ അടിപൊളിയാക്കി മനോഹരമാക്കി വയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിലെ പോട്ടുകളൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് പെയിൻറ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ കുറച്ച് പോട്ട്സുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് കുറച്ച് പോട്ട്സുകൾ വാങ്ങണമെന്ന്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ കുറച്ച് പോട്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോട്ട്സുകൾ എപ്പോഴും നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് നല്ല വെയിലുള്ള സമയത്തായിരിക്കണം. അപ്പോൾ വെയിലുള്ള സമയം നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, വെയിൽ വരുന്നതേ ഇല്ല. പിന്നെ എനിക്കാണെങ്കിൽ ഇതിങ്ങനെ വാങ്ങി വെച്ചിട്ട് അത് കാത്തുകൊണ്ടിരിക്കാനുള്ള ക്ഷമയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതിനെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെക്കാമെന്നു. അപ്പോൾ ഇത്രയും പോട്ട്സാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇതിനെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പെയിൻറ്റും ബ്രഷും വേണം. അപ്പോൾ ഞാനിവിടെ ഈ പോട്ടുകളൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് മേടിച്ചിരിക്കുന്നത് നെറോലാക്കിൻ്റെ എക്സൽ അക്രലിക് എക്സ്റ്റീരിയർ എമൽഷൻ എന്നുള്ള വാട്ടർ ബേസ് പെയിൻ്റാണ്. അപ്പം ഇത് നമ്മൾ ക്ലേ പോട്ടിന് പെയിൻറ്റ് ചെയ്യാനുള്ള അതിൻ്റെ തന്നെ പെയിൻറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻ്റാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ പെയിൻറ്റുകൾ പലതരത്തിലുണ്ട്, അതിനനുസരിച്ച് അതിൻ്റെ റേറ്റും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇത് കുറച്ച് റേറ്റ് കുറവുള്ള പെയിൻ്റാണ്. അപ്പോൾ വാട്ടർ ബേസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പോട്ടിലൊക്കെ അടിക്കാനല്ലേ, അപ്പോൾ ഒത്തിരി വില കൂടിയ പെയിൻറ്റ് വേണ്ടാന്ന് കരുതി. അപ്പോൾ ഇതിന് 240 രൂപയാണ് ഈ ഒരു പെയിൻറ്റിൻ്റെ റേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു ബ്രഷാണ്. ഇതുപോലെ ഒരു ബ്രഷും കൂടെ എടുത്താൽ മതി നമുക്കിത് പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ചുവന്ന കളറിലെ പെയിൻ്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് കുറേശ്ശെ ആദ്യം എടുത്ത് നോക്കുക. കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ വളരെ കുറച്ചെടുക്കുന്നു. അപ്പോൾ ബാക്കി ഇത് കട്ട പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അടച്ചു വയ്ക്കുകയും ചെയ്യാം. ഇനി എത്രയാണോ നമ്മൾ പെയിൻ്റ് എടുക്കുന്നത് അതിൻ്റെ 1/4 ഭാഗം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി നോക്കണം. കലക്കി നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുക. പിന്നെ വേണമെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കട്ടിയിലാണ്, അപ്പം നമുക്ക് ഒരു ലേശം കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് 2 or 3 എത്ര കോട്ട് വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് അടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇവിടെ കുറച്ചളവിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് എടുത്ത് തന്നെ കലക്കി നമുക്ക് അടിക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകണമെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് ഒരുപാട് ടൈറ്റ് ആയാലും നമുക്ക് ഈ ബ്രഷ് വെച്ച് അടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 1-2 തവണയൊക്കെ അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഇത് കൺസിസ്റ്റൻസിയൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരളവിൽ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്തൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ ബ്രഷിൽ ഇങ്ങനെ മണ്ണും ഇതൊക്കെ ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ നമുക്ക് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതുപോലെ ഈ പോട്ടിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല എത്ര കോട്ട് വേണമെന്നുള്ളത് അവരുടെ ഇഷ്ടത്തിന് നമുക്ക് അടിച്ചു കൊടുക്കാം. ഒന്നാമത്തെ ഒരു കോട്ട് അടിച്ച് നോക്കിയിട്ട് കളർ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മൾ ഇതിന് രണ്ടാമത്തെ കോട്ടിങ് അടിച്ചു കൊടുക്കാൻ. കുറച്ച് വലിയ ബ്രഷാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് അടിച്ചു തീർക്കാം. അപ്പോൾ ചെറിയ നമ്മൾ ഇതുപോലെ വീതി കുറഞ്ഞ ബ്രഷാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ സമയം എടുത്ത് അടിച്ചു കിട്ടാൻ. അപ്പോൾ അത്യാവശ്യം ഇത്രയെങ്കിലും വീതിയുള്ള ഒരു ബ്രഷ് വേണം നമ്മൾ വാങ്ങാൻ. ഇത് ഉണങ്ങുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല ഒരു ഡാർക്ക് കളറിലോട്ട് മാറും. ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ഭാഗത്തും കൂടെ നമ്മൾ അടിച്ചു കൊടുക്കണം. അതുപോലെ എല്ലാ ഭാഗത്തും പറ്റത്തക്ക രീതിയിൽ നമ്മൾ അടിച്ചു കൊടുക്കണം. അകത്ത് ഭാഗത്തൊന്നും നമ്മൾ അടിക്കണ്ട. ഇത് നമ്മൾ മണ്ണൊക്കെ നിറച്ച് ഇടാനുള്ളതല്ലേ. ഇപ്പോൾ അകത്ത് ഭാഗത്ത് അടിക്കണ്ട. ഇതിൻ്റെ പുറം ഭാഗവും എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞ് അപ്പോൾ ഇതിനെ നമ്മളിനി ഉണങ്ങാൻ വെക്കണം. ഇതുപോലെ നമുക്ക് ഈ ബാക്കി ഇരിക്കുന്ന ഈ ചട്ടികളെല്ലാം തന്നെ നമുക്കൊന്ന് അടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ പോട്ടൊക്കെ ഇതാ പെയിൻറ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെയിൻറ് അടിക്കും മുന്നേ ഉണ്ടായിരുന്ന പോട്ടും ഇപ്പോൾ നമ്മൾ ഈ പെയിൻറ് അടിച്ച് വെച്ചിരിക്കുന്ന പോട്ടും തമ്മിൽ കാണാൻ രാപ്പകലിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാ ഈ അടിച്ച് വെച്ചിരിക്കുന്ന പോട്ടിൻ്റെയൊക്കെ ഒരു ഭംഗി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിലൊക്കെ ഇനി ചെടി നട്ട് നമ്മുടെ ഗാർഡനിലേക്ക് അങ്ങ് വെക്കുകയാണെങ്കിൽ ആ ഗാർഡൻ്റെ ഒരു ലുക്ക് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വളരെ കുറച്ച് പെയിൻറ് കൊണ്ട് തന്നെ ഇത്രമാത്രം പോട്ടുകളിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു 1 ലിറ്ററിൻ്റെ പോട്ടിൽ നമുക്ക് ഏകദേശം 60 കൂടുതൽ പോട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ പെയിന്റ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ എംറ്റി പോട്ടുകളിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പെയിന്റ് ചെയ്ത് നമ്മുടെ പണി കഴിയും. എന്നാൽ നമ്മൾ ഓൾറെഡി പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടുകളെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ക്ലേ പോട്ടിലൊക്കെ ഇതൊക്കെ നമ്മുടെ ക്ലേ പോട്ടിലുള്ള ഓൾറെഡി നമ്മുടെ ചെടി വെച്ചിരിക്കുന്ന പോട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു കോലം കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ 1 വർഷം മുന്നേ 1.5 വർഷം മുന്നേ ഞാൻ നന്നായിട്ട് ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ ചെടിയിൽ ഈ പോട്ടിൽ മൊത്തം താണ്ട് ഇതുപോലെ പായലൊക്കെ പിടിച്ച് ഒരു ഭംഗിയില്ലാതെ അതിൻ്റെ ചൂട് ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പായലൊക്കെ പിടിച്ചിട്ട് ആ ഒരു പോട്ടിൻ്റെ ഭംഗിയില്ലാതെ. അപ്പോൾ അതിനെ നമ്മുടെ ഗാർഡനൊക്കെ നല്ല സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കിട്ട് ഇതിനെ എടുത്തിട്ട് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലേ പോട്ടിൽ എത്രയായാലും എത്ര സൂക്ഷിച്ചാലും നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൽ നമ്മൾ ചെടിയൊക്കെ നനച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ പായലും പൂപ്പലും ഒക്കെ പിടിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ ഒരു നമ്മുടെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉരസി കൊടുക്കണം. അപ്പോൾ ആ പുറം ഭാഗത്തെ പായലെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി ഒരു നനഞ്ഞ തുണിയുണ്ട്, നമ്മൾ ഇതിൻ്റെ ചുറ്റുഭാഗം എല്ലാം ഒന്ന് തുടച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു മണ്ണ് നിന്നിട്ട് നമ്മൾ പെയിൻറ് ചെയ്യുന്ന ബ്രഷിലെല്ലാം തന്നെ പറ്റും. ഇങ്ങനെ നമ്മൾ തുടയ്ക്കാൻ പാടാണെങ്കിൽ നല്ല ഫോഴ്സിന് നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു മണ്ണ് ഒക്കെ ഒന്ന് പോയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രഷിൽ അതുപോലെ ഈ മണ്ണ് ഇങ്ങനെ പറ്റിയിട്ട് നമുക്ക് ബ്രഷ് പെയിൻറ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ പഴയ പോട്ടിനെയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറിക്കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് നമ്മുടെ ആ പ്ലാസ്റ്റിക് പോട്ടുകളില്ലേ, പ്ലാസ്റ്റിക് പോട്ടുകൾ കറുത്ത ഒക്കെ കളറിലുള്ള പ്ലാസ്റ്റിക് പോട്ടുകളിൽ നമുക്ക് ഇതുപോലെ പെയിൻ്റ് അടിച്ച് വെക്കാം. പക്ഷേ അങ്ങനെ പോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് മഴയൊക്കെ നടത്തുന്ന വെക്കാതെ ഷെയ്ഡിലൊക്കെ വെക്കാനാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടുകളും നമുക്ക് ഇതുപോലെ പെയിൻറ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാം ഒരേ കളറിലായി കിട്ടുകയും ചെയ്യും. അപ്പോൾ കളർ പോട്ടുകൾ വാങ്ങുന്ന അത്രയും വില കൊടുത്ത് നമുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയവും ക്ഷമയും മതി നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പോട്ടിനെയും നമുക്ക് ഇതുപോലെ ഒരേ കളറിലോട്ടൊക്കെ ആക്കി എടുക്കണമെങ്കിൽ അതിന് നമുക്ക് ഇതിൽ പെയിൻറ് ചെയ്യാം. പ്ലാസ്റ്റിക് പോട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെ ഇതുപോലെ ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. തുടച്ചിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ പെയിൻറ് ഇതിൻ്റെ മറ്റേ പോട്ടിലേക്ക് അടിച്ചതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഉണങ്ങി കിട്ടുമ്പോൾ നല്ല ഭംഗിയിലിരിക്കും. ഇതുപോലെ നമുക്ക് ഏത് പോട്ടിൽ വേണമെങ്കിലും ഇങ്ങനെ പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഡയറക്റ്റ് മഴയുള്ളിടത്ത് വെക്കാതെ ഇരുന്നാൽ മതി. നല്ല ഷെയ്ഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ 1 വർഷം 1.5 വർഷമൊക്കെ ഇതുപോലെ ഇരിക്കും. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഒന്ന് അടിച്ചു വെച്ച പോട്ടിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ചട്ടിയാണോ അല്ലെങ്കിൽ ക്ലേ പോട്ടാണോ എന്ന് അറിയാൻ വയ്യാതായി, കണ്ടില്ലേ ഒരേ കളറിലായപ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗാർഡനിലുള്ള എല്ലാ ചെടിച്ചട്ടികളെയും നമുക്ക് ഒരേ കളറിലോട്ടൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. ഒരുപാട് ക്ലേ പോട്ടുകളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മുടെ പോട്ടുകളൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് ഇതാകണ്ടില്ലേ, ഇതൊരു കലമാണ്, നമ്മുടെ കിളിക്കൂട് കലമാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ കലവും അതേപോലെ എല്ലാം നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്തൊക്കെ സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് സമയമൊക്കെ കിട്ടുന്നതനുസരിച്ച് പെയിൻറ്റ് ചെയ്തൊക്കെ കൊടുത്താൽ മതി. അതായത് എല്ലാം നല്ല ഭംഗിയുള്ള പോട്ടുകളാണ്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നിറവൊക്കെ മങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കാണാനും ഒരു അട്രാക്ഷൻ ഇല്ല. അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞ വർഷം 1.5 വർഷമായി ഇതൊക്കെ ഈ പ്ലാസ്റ്റിക് പോട്ടാണ്. ഇതിലൊക്കെ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇപ്പോഴും അത് ഭംഗിയായി ഇരിപ്പുണ്ട്. ഇത് ഷെയ്ഡിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പം ഡയറക്റ്റ് മഴയൊക്കെ കൊള്ളുന്നിടത്തിരുന്നാൽ ചിലപ്പോൾ കുറച്ച് പെട്ടെന്ന് ഇത് പോകുമെന്നറിയില്ല. അപ്പം ഞാൻ ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പോട്ടുകളൊക്കെ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പോട്ട്സ് ഏതും ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, സിമെന്റ് ആയിക്കോട്ടെ, ഇനി അത് ക്ലേ പോട്ട് ആയിക്കോട്ടെ, ഏത് പോട്ടായാലും നമുക്ക് ഭംഗിയിൽ ഒരേ കളറിൽ പെയിന്റ് ചെയ്ത് നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ട് പെയിന്റിങ്ങിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്നത് പ്ലാന്റ്സുകളുടെയും ചെടികളുടെയും വീഡിയോയാണ്. മുമ്പൊക്കെ, അതായത് തുടങ്ങിയ സമയത്ത് നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നെങ്കിലും ഇപ്പോൾ പ്ലാന്റ് റിലേറ്റഡ് വീഡിയോകളാണ് വരുന്നത്. പ്ലാന്റ്സുകളുടെ കെയറിങ്, അതേപോലെ അതിന്റെ പ്രൊപ്പഗേഷൻ, ഫെർട്ടിലൈസേഷൻ മുതലായവ. പിന്നെ നമ്മുടെ ചെടികളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കാനും അതേപോലെ നല്ല ഭംഗിയിൽ നിൽക്കാനും അതിനൊക്കെ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ട്രിക്സുകളും ടിപ്സുകളും ഒക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കന്റെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഒന്ന് ഞെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം സിജി. താങ്ക് യു ഫോർ വാച്ചിങ്.